അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഡ്രാഗൺ ബോളും അതുപോലെ തന്നെ ആ ഒരു വലിയ നിധിയും അത് രണ്ടും അന്വേഷിച്ച് ഇപ്പോൾ ആ ഒരു വലിയ പോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് ഒരു സ്വപ്നത്തിൽ പോലും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൈററ്റ്സ് ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വലിയ റോബോട്ട് അത് അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ജസ്റ്റ് മിസ്സിന് ഗോക്കു ആണെങ്കിൽ അവൻ സ്വയം ഒരു വെപ്പനായി മാറി ആ ഒരു റോബോട്ടിനെ തകർത്ത് കളയും. ദൂരത്തായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടു നിന്ന ആ ഒരു ക്യാപ്റ്റൻ ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ പവർ എന്താണെന്ന് തിരിച്ചറിയും. മാത്രമല്ല അവരെത്രത്തോളം ടഫാണെന്നും അവരെങ്ങനെയൊക്കെ തോൽപ്പിക്കാമെന്നും മനസ്സിലാക്കി ഇപ്പം അതനുസരിച്ച് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു റോബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ നമ്മുടെ മൊട്ടപ്പനും പൊൽമയും അവർ രണ്ടുപേരും അടുത്ത് കണ്ട വലിയൊരു നദിയിലേക്ക് എടുത്തു ചാടും. ഈ ഒരു വെള്ളക്കെട്ടിലേക്ക് രക്ഷപ്പെടാനായിട്ട് എടുത്തു ചാടുകയാണ്. ഗോക്കുവിന് വഴി മനസ്സിലാക്കാനായിട്ട് മൊട്ടപ്പൻ അടയാളപ്പെടുത്തി വെച്ച ആരോ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ബ്ലൂ നേവി ഓഫീസർ ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടും. അതിനുശേഷം അവൻ ബുൽമയുടെയും മൊട്ടപ്പന്റെയും പിന്നാലെ ആ ഒരു വെള്ളക്കെട്ടിലേക്ക് തന്നെ എടുത്തു ചാടുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഡയറക്ഷൻ തെറ്റി മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ മൊട്ടപ്പനും ബുൽമയും അവരാണെങ്കിൽ സ്വിം ചെയ്ത് അങ്ങനെ ദൂരേക്ക് പോവാണ്. അവരുടെ തൊട്ടു പുറകില് ആ ഒരു നേവി ഓഫീസർ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗോക്കു അവനാണെങ്കിൽ അല്പദൂരം മുൻപോട്ടേക്ക് പോയി കാല് തട്ടി അങ്ങനെ അടിച്ച് വീഴുകയാണ്. അവൻ ചുറ്റും നോക്കും. ആ ബിൽഡിങ്ങുകളെല്ലാം തന്നെ അധികം വൈകാതെ തകർന്നു വീഴും. ഓ നോ, ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എത്രയും വേഗം ബുൽമയും മൊട്ടപ്പനെയും കണ്ടെത്തണം. അവർ രണ്ടുപേരുമായിട്ട് എനിക്ക് രക്ഷപ്പെട്ടു പോയേ പറ്റൂന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഇടിഞ്ഞു വീഴാത്ത ഭാഗം നോക്കി അങ്ങനെ മുൻപോട്ടേക്ക് ഓടും. അവൻ നല്ല സ്പീഡിൽ ഓടിയിട്ടും അവരെ കണ്ടെത്താൻ കഴിയില്ല. ഓ നോ, ഞാൻ എൻ്റെ ഫുൾ സ്പീഡിലാണ് ഓടുന്നത്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അവരെ കണ്ടെത്താൻ കഴിയാത്തത്? എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് വരും. അടുത്ത നിമിഷം ഒരു എൻഡ് കാണുകയാണ്. എന്തോ ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഗോക്കു അവൻ തിരിയും. അടുത്ത നിമിഷം ഒരു ഡോർ അങ്ങനെ ഓപ്പണായി അവൻ താഴേക്ക് വീഴുകയാണ്. അവൻ വീഴുന്നത് വലിയൊരു സീ ഫിഷിന്റെ ദേഹത്തേക്കായിരിക്കും. ആ സീ ഫിഷ് ആണെങ്കിൽ അവനെ നോക്കി ടെററായിട്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ബുൽമയും മൊട്ടപ്പനും അവരവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് സ്വിം ചെയ്യും. അവരുടെ തൊട്ടടുത്തായിട്ട് ആ നേവി ഓഫീസർ ബ്ലൂ ആള് അവരെ ഫോളോ ചെയ്ത് വരികയാണ്. ബുൽമയ്ക്കാണെങ്കിൽ ശ്വാസം നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അത് കണ്ട നമ്മുടെ മൊട്ടപ്പൻ അവൻ ബുൽമയെ പിടിച്ചു വലിച്ച് മുകളിൽ കണ്ട ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഉയർന്നു വരികയാണ്. അവർ ശ്വാസമൊക്കെ എടുത്തു വിട്ട് ജീവിതത്തിൽ റിലാക്സ് ചെയ്യും. ഗോക്കു അവൻ എന്തുകൊണ്ടായിരിക്കും ഇതുവരെയായിട്ട് എത്താത്തതെന്ന് ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് വലിയൊരു ശില, അതിന്റെ താഴെയായിട്ട് ഒരുപാട് ബോക്സുകൾ. മൊട്ടപ്പൻ ബുൽമയോട് വിളിച്ചു പറയും അത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച ആ നിധി. എത്രയും വേഗം നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് ബുൽമയും മൊട്ടപ്പനും അതിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവരാണെങ്കിൽ ആ ശില്പത്തിലേക്ക് നോക്കും. അടുത്ത നിമിഷം അതിന്റെ കൈകൾ അനങ്ങുകയാണ്. അവരാണെങ്കിൽ കൂടെ ആ ശില്പത്തിലേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം അതിന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻസ് അതൊന്നൊന്നായി അവർക്ക് നേരെ തെറിച്ചു വരികയാണ്. അവർ ജസ്റ്റ് മിസ്സിന് ആ ഒരു വെപ്പൻസിൽ നിന്ന് രക്ഷപ്പെടും. അവരെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ വെള്ളത്തിൽ ആ സോൾജിയർ അവൻ എല്ലാ കാര്യങ്ങളും കണ്ട് അങ്ങനെ നിൽക്കും. ആണെങ്കിൽ പേടിച്ചു വരച്ച് ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കും. ഇവിടെ നമ്മുടെ മൊട്ടപ്പൻ അവൻ താഴെ വീണൊരു സ്ക്വാഡ് എടുത്ത് ബാക്കി ആയുധങ്ങൾ അങ്ങനെ വെട്ടി എറിയാണ്. ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, നീ എന്തായി ചെയ്യണേ? നിന്നെ കൊണ്ട് അതിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് കൂടുതൽ അപകടങ്ങൾ വരുത്തി വെക്കാതെ ഇവിടെ വന്ന് എന്നോടൊപ്പം ഇരിക്കും. പക്ഷെ മൊട്ടപ്പനാണെങ്കിൽ അത് കേൾക്കാതെ വീണ്ടും ആയുധങ്ങൾ അതങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ ശില അതങ്ങനെ ടെററായി വലിയൊരു ആയുധം അത് മൊട്ടപ്പന് നേരെ അയക്കുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് തകർന്ന് അവൻ തെറിച്ചു പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവൻ ആ ഒരു ക്രീച്ചറിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അതിനുശേഷം അതിനോട് പറയും, എനിക്ക് ഒട്ടും സമയമില്ല, എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ എത്രയും വേഗം ഇവിടുന്ന് പോകണം. അടുത്ത നിമിഷം അതവൻ അറ്റാക്ക് ചെയ്യുകയാണ്. കൃഷ്ണനായ ഗോക്കു ആണെങ്കിൽ അതിനെ തകർക്കാനായിട്ട് അതിന്റെ ദേഹത്തേക്ക് എടുത്തു ചാടും. അതാണെങ്കിൽ ഞൊടിയിടയിൽ ഒരുപാട് കാറ്റ് അതങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് ഇപ്പൊ ഗോക്കുയെ തെറിപ്പിച്ച് കളയും. ശേഷം അതിന്റെ ഒരു ടെന്റിക്കിൾ ഉപയോഗിച്ച് ഗോക്കുയെ ഇക്കിളിടിപ്പിച്ച് പിന്നീട് അവനെ ചുരുട്ടി വീണ്ടും അവന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ പതിയെ ആ ബോക്സുകളുടെ അടുത്തേക്ക് വരും. അതിനുശേഷം നടുക്കുണ്ടായിരുന്ന ഒരു ബോക്സ് അത് തുറക്കുകയാണ്. അടുത്ത നിമിഷം ഒരു ചെറിയ ടോയ് അതങ്ങനെ ഉയർന്നു വന്ന് അവനെ അറഞ്ചം പുറഞ്ചം ഷൂട്ട് ചെയ്യാണ്. മൊട്ടപ്പനാണെങ്കിൽ പേടിച്ചു പോയി തെറിച്ച് വീഴും. അല്പസമയം ഷൂട്ട് കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യും. ബുൽമയാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇറങ്ങി വരും. അതിനുശേഷം അതിന്റെ തലയ്ക്കൊരു തട്ട് വെച്ച് കൊടുക്കും. സത്യത്തിൽ നീ ഇത്ര വലിയ മണ്ടനാണോ? ഇതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ ഓപ്പൺ ചെയ്യാനായിട്ട്? മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടി വരും. മറ്റൊരു ഭാഗത്ത് ഗോക്കുവിനെ ആ ഒരു ക്രീച്ചർ അവന് ടെന്റിക്കിൾസ് ഉപയോഗിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആട്ടി ആഞ്ഞെട്ടിപ്പിക്കുകയാണ്. ഗോക്കു ഒരു കല്ലെടുത്ത് എന്റെ നേർക്കെറിയും. അതാണെങ്കിൽ ആ കല്ല് ചവച്ചരച്ച് തിന്നും.
ഇവിടെ ബുൽമയാണെങ്കിൽ അടുത്തൊരു ബോക്സ് തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അത് തുറക്കാൻ കഴിയാതെ അവളുടെ കൈ അതിലിറങ്ങി അവൾ ഉച്ചത്തിൽ വേദന കൊണ്ട് നിലവിളിക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ നേവി ഓഫീസർ ആൾ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ബുൽമയുടെ അടുത്തേക്ക് വന്ന് അവളെ വീണ്ടും കളിയാക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇവിടെ ആ ഒരു ക്രീച്ചർ അതാണെങ്കിൽ അതിന്റെ ടെൻഡിക്കിൾസ് ഉപയോഗിച്ച് ഗോകുവിനെ ഇറുക്കി പിടിക്കും. നീ മരിക്കാനുള്ള സമയം അതായി കഴിഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയും. അതിന് ഗോകു ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, മരിക്കുന്നതിന് മുൻപ് എനിക്ക് ചെറിയൊരു സർപ്രൈസ് നിനക്ക് തരാനുണ്ട്, തീർച്ചയായിട്ടും നിനക്കത് ഒരുപാട് ഇഷ്ടാവെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവന്റെ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് ഒരൊറ്റ അടി, ആ ഒരു അടിയിൽ അത് ഫ്ലാറ്റ് ആവും. ഇവിടെ ഉൽമയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആ ഒരു ഡോറ് അത് ഓപ്പൺ ചെയ്യാണ്. അതിന്റെ അകത്താണെങ്കിൽ കാര്യമായിട്ടൊന്നും കാണില്ല, ഒരു കീ മാത്രമായിരിക്കും. അവർ ആ കീ കയ്യിലെടുക്കും. ഒരു പക്ഷേ ഇതായിരിക്കും നിധിയിലേക്ക് എത്താനുള്ള കീ. പക്ഷേ ഡോറുകളൊന്നും ഇവിടെ കാണാനില്ലല്ലോ, ഏത് ഡോറിന്റെ ആയിരിക്കും ഇതെന്ന് ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ബുൽമയ്ക്ക് ആ ശില്പം ഒന്ന് കാണിച്ചു കൊടുക്കും. അതിന്റെ അടിയിൽ ഒരു കീ ഹോൾ ഉണ്ട്, തീർച്ചയായിട്ടും ഇത് അതിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞ് ബുൽമ ആ കീ ഹോളിലേക്ക് കീ പതിയെ കടത്തിവിട്ട് തിരിക്കുകയാണ്. അടുത്ത നിമിഷം വലിയൊരു ശബ്ദം കേൾക്കും. അതിനുശേഷം ആ ഒരു പ്രതിമയുടെ വായിലൂടെ ഒരുപാട് വജ്രങ്ങളും രത്നങ്ങളും അമൂല്യങ്ങളായ ഒത്തിരിയേറെ വസ്തുക്കളും പുറത്തേക്ക് വീഴുകയാണ്. അവരാണെങ്കിൽ നമ്മൾ പണക്കാരായെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. അടുത്ത നിമിഷം ടെററായി ആ ഒരു നേവി ഓഫീസർ സാക്ഷാൽ ബ്ലൂ ആളാണെങ്കിൽ അവിടേക്ക് കയറി വരും. നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾ ഇപ്പോൾ ട്രാപ്പിലായിരിക്കുകയാണ്, ഇത് മുഴുവൻ നേവി കൊള്ളാണെന്ന് പറഞ്ഞ് അവൻ ടെററായിട്ട് നിൽക്കും. ബുൽമയാണെങ്കിൽ അവനെ കണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ഇംപ്രസ്ഡ് ആവും. വാവ്, എൻ്റെ പേര് ബുൽമയെന്നാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ അച്ചരം പൊച്ചരം കിസ് ചെയ്യും. ടെൻഷനായ ബ്ലൂ ആണെങ്കിൽ അവളെ തട്ടിത്തെറിപ്പിക്കും. മര്യാദയ്ക്ക് മാറി നിൽക്ക്, നിങ്ങളെ രണ്ടുപേരെയും തല്ലിക്കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് മൊട്ടപ്പനാണെങ്കിൽ അവനോട് പറയും, നീ ഒരു ആൺകുട്ടിയല്ലേ, സോ ആണായ എന്നോട് നീ ഫൈറ്റ് ചെയ്യ്, എൻ്റെ ഈ സൈസ് വെച്ച് നീ എന്നെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ പവറും എൻ്റെ ശക്തിയും എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. അത് കേട്ട് ക്യാപ്റ്റൻ ബ്ലൂ അവൻ ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ ആ ഒരു ക്രീച്ചറിന്റെ ടെൻഡിക്കിൾസ് അതങ്ങനെ പിടിച്ചു വലിച്ച് കുറേശ്ശെ കടിച്ചു മുറിച്ച് തിന്നാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും മൊട്ടപ്പന്റെ ശബ്ദം കേൾക്കുക. ഓ നോ, ഇത് അവന്റെ ശബ്ദമാണ്, എന്താ പറ്റിയും ചിന്തിച്ച് ഗോകു ആണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞു നോക്കും. കട്ട് ചെയ്ത ഇവിടെ ആ നേവി ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയൊക്കെ കിട്ടി ചോര തുളുമ്പി മൊട്ടപ്പൻ അങ്ങനെ നിൽക്കുകയാണ്. ബുൽമയാണെങ്കിൽ മൊട്ടപ്പ നിനക്ക് എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കും. അതിനവൻ പറയും, ഒരു കുഴപ്പമില്ല, ഇതൊക്കെ എനിക്ക് സ്ഥിരമാണ്, തീർച്ചയായിട്ടും ഇവനെ ഞാൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ആ നേവിക്കാരനുമായിട്ട് പൊരുതാൻ വീണ്ടും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പോൾ ആ നേവി ഓഫീസറിന് നേരെ വരും. അതിനുശേഷം അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ ഒരു നേവി ഓഫീസർ ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ഇപ്പൊ മൊട്ടപ്പനെ ആഞ്ഞടിക്കും. അവനാണെങ്കിൽ ഇതിനെ കൊണ്ട് നിലവിളിക്കും. അത് കേട്ട ഗോകു ആണെങ്കിൽ അത് മൊട്ടപ്പൻ തന്നെയാണെന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് കുതിക്കുകയാണ്. എത്രയും വേഗം മൊട്ടപ്പന്റെ അടുത്തേക്ക് എത്തണം, അതാണ് ഇപ്പൊ ഗോകുവിന്റെ ലക്ഷ്യം. ഇവിടെ നേവി ഓഫീസർ ആണെങ്കിൽ മൊട്ടപ്പനെ ആഞ്ഞടിച്ച് ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവനെ വെല്ലുവിളിക്കും. മൊട്ടപ്പനാണെങ്കിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ അവനോട് പറയും, എന്റെ റിയൽ സ്ട്രെങ്ത് എന്താണെന്ന് നീ കാണാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ ചാടി വന്ന് അവന്റെ മുഖത്തൊരു കിക്ക്. ആ ഒരു കിക്കിൽ നേവി ഓഫീസറിന് മൂക്കിലൂടെ ചോര തുളുമ്പും. അവനാണെങ്കിൽ ചോര തടയാനായിട്ട് എന്തൊക്കെയോ മൂക്കിൽ കുത്തി കയറ്റുകയാണ്. ഓ നോ, എന്റെ സുന്ദരമായ മുഖം നീ ചളക്കി കളഞ്ഞു. ഒരു പൊടി പയ്യന്റെ കയ്യിൽ നിന്ന് കിക്ക് കിട്ടിയ ഞാൻ ശരിക്കും വില കുറഞ്ഞവനാണെന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. അവനാണെങ്കിൽ വീണ്ടും അവനെ അടിക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ അവന്റെ കൈയും കാലും അനക്കാനായിട്ട് കഴിയില്ല. ബുൽമയാണെങ്കിൽ എന്തു പറ്റിയും ചോദിക്കും. ഇതിന് മുട്ടപ്പനാണെങ്കിൽ ഒരുപാട് സ്ട്രെസ് ചെയ്ത് അവളോട് പറയും, അവൻ എന്നെ എന്തോ ചെയ്തു, എന്നെ കൊണ്ട് അനങ്ങാനായിട്ട് കഴിയുന്നില്ല, അവൻ എന്തോ സ്പെഷ്യൽ പവർ ഉണ്ട്, അവൻ മാസായിട്ട് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പന് നേരെ ടേൺ ചെയ്യും. സ്പെഷ്യൽ പവറിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഞാൻ അതെന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ കാലു മടക്കി ഇപ്പൊ മൊട്ടപ്പനെ കിക്ക് ചെയ്യും. അവൻ തെറിച്ചു പോയി ആ ചുമരിൽ ആഞ്ഞടിച്ച് ഒരുപാട് ചോരയൊക്കെ തുളുമ്പി പരുക്കുകൾ പറ്റി അങ്ങനെ താഴേക്ക് അടിച്ച് വീഴുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവള് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിനുശേഷം അവള് ആ ഒരു നേവി ഓഫീസറിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവളുടെ ഓരോ പാർട്സും എൻഹാൻസ് ചെയ്ത് കാണിക്കും. ബട്ട് ആ നേവി ഓഫീസർ അവനൊരല്പം ഡീസൻ്റ് ആണ്. അവൻ അതിലൊന്നും മയങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഗോകു അവനാണെങ്കിൽ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി സ്വിം ചെയ്ത് വരും. ഈ ഒരു പെണ്ണാണെന്ന് കരുതി നിന്നെ ഞാൻ വെറുതെ വിടാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ തിരിയും. അതിനുശേഷം കല്ലെടുത്ത് മൊട്ടപ്പന് നേരെ വീശുകയാണ്. അതിന് ബുൽമയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, നിനക്ക് ആ 2 ഡ്രാഗൺ ബോൾസ് അത് വേണ്ടേ, അവനെ വിടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ഡ്രാഗൺ ബോൾസ് തരാം. അതിനവൻ ക്യാഷ്ലായിട്ട് പറയും, നിന്റെ കയ്യിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾസ് എടുക്കാൻ എനിക്കറിയാം, ഇവനെ തീർച്ചയായിട്ടും ഞാൻ കൊല്ലുമെന്ന് പറയും. അടുത്ത നിമിഷം അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ സർപ്രൈസ് കൊടുത്ത് ഗോകു അവൻ അവിടേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.